എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നവരും തോറ്റു പോകുന്നവരും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും കാശുണ്ടാക്കാനായിട്ട് ശ്രമിക്കും. സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും? ഉണ്ടാക്കിയ കാശ് ഒന്നുകിൽ ബാങ്കിൽ സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അതും ഫുള്ളായിട്ട് ചിലവാക്കി കളയും. അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മൊത്തമായിട്ട് ചിലവാക്കും. സക്സസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിട്ടിയ കാശ് എങ്ങനെ ഇരട്ടിപ്പിക്കാം, അതെങ്ങനെ ഡബിൾ ആക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ആ ഉള്ള കാശ് സൂക്ഷിച്ച് വെച്ചിട്ട് അതുകൊണ്ട് പ്രോഫിറ്റ് തരാൻ പ്രാപ്തമായ എന്തെങ്കിലുമൊക്കെ അസറ്റിൽ അവരത് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം, തോറ്റു പോകുന്ന ആളുകളുടെ ഭൂരിഭാഗം തീരുമാനങ്ങളും അവരുടെ ഇമോഷൻസിൻ്റെ പുറത്തായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴുള്ള തീരുമാനങ്ങൾ, ഇല്ലെങ്കിൽ സങ്കടം വരുമ്പോഴുള്ള തീരുമാനങ്ങൾ, അപമാനിതരാകുമ്പോഴുള്ള തീരുമാനങ്ങൾ, ഇന്നത് ചെയ്യാം എന്നവർ തീരുമാനിക്കുന്നത് എപ്പോഴും അവരുടെ വികാരത്തിൻ്റെ പുറത്തായിരിക്കും. സക്സസ് മൈൻഡ് സെറ്റുള്ള ആളുകൾ ഒരിക്കലും അവരുടെ ഇമോഷൻസിൻ്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കില്ല. ഇവരുടെ എപ്പോഴുള്ള ചിന്ത എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, എനിക്ക് ഉപകാരമുള്ള രീതിയിൽ, എനിക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് വിഷമാവില്ലേ, എൻ്റെ ഈ തീരുമാനം കൊണ്ട് അവർക്ക് ദേഷ്യം വരില്ലേ. ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചായിരിക്കും ചിന്തിക്കേണ്ടാവുക, അവരുടെ വികാരങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഈ സക്സസ് മൈൻഡ് സെറ്റുള്ള ആളുകളും അവർ എംപതറ്റിക് ആയിരിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കാനൊന്നും അവർ ഉദ്ദേശിക്കില്ല. പക്ഷേ എനിക്ക് ലാഭകരമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ കാര്യമല്ല എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. മറ്റുള്ളവർ എന്നെ പറ്റി മോശം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, അവർക്ക് എന്നോട് അസൂയ തോന്നുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വിജയത്തിൽ അവർ വിഷമിക്കുകയാണെങ്കിൽ അതും എൻ്റെ കാര്യമല്ല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് തൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വേണ്ടെന്ന് വെക്കണം എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ തൻ്റെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന, തൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായകരമല്ലാത്ത ആളുകളിൽ നിന്ന് മാറി നിൽക്കാനും, തൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ ഇവർക്ക്, അതുപോലെ തന്നെ നോ പറയാനും ഒന്നും യാതൊരു മടിയുണ്ടായിരിക്കില്ല സക്സസ്ഫുള്ളായ ആളുകൾക്ക്. തോറ്റു പോകുന്നവരെപ്പോഴും നോ പറയാൻ മടിയുള്ളവരും, തൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളും, ഒരുപാട് വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുന്ന ആളുകളുമായിരിക്കും പലപ്പോഴും ജീവിതത്തിൽ തോറ്റു പോകുന്നത്. തൻ്റെ സാമ്പത്തികവും സമയവും ഒക്കെ ശരിയായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് യാതൊരു ബോധ്യവും ഉണ്ടായിരിക്കില്ല സാധാരണക്കാർക്ക്. പക്ഷേ സക്സസ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം തൻ്റെ സമയത്തിന് വിലയുണ്ട്. അനാവശ്യമായി ചിലവാക്കാനുള്ള സമയമോ സാമ്പത്തികമോ ഒന്നും എനിക്കില്ല എന്നുള്ളൊരു ബോധ്യം സക്സസ്ഫുള്ളായ ആളുകൾക്ക് ഉണ്ടായിരിക്കും. സാധാരണക്കാരായ ആളുകൾ എല്ലാത്തിലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറാവും. സാധാരണക്കാരെ അധികവും നോക്കുക ഫെമിലിയാരിറ്റിയും കംഫർട്ടും, എങ്ങനെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാം എന്നുള്ള രീതിയിലായിരിക്കും എപ്പോഴും അവർ ചിന്തിക്കുക. പക്ഷേ സക്സസ് മൈൻഡ് സെറ്റുള്ള ആളുകൾ തനിക്ക് കോമ്പിറ്റൻസ് തരുന്ന, തനിക്ക് വെല്ലുവിളിയാകുന്ന ആളുകളുടെ കൂടെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. പുതിയ പുതിയ ചലഞ്ചസ് ഏറ്റെടുക്കും. അവർക്കറിയാം വളരെ ബോറിംഗ് ആയ കാര്യങ്ങളും കൺസിസ്റ്റൻ്റായി ചെയ്താൽ മാത്രമേ തനിക്ക് വിജയത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. അവർക്ക് എപ്പോഴും ഒരു ലോങ് ടേം വ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇത് ബോറിംഗ് ആണെങ്കിലും, ഇപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെങ്കിലും ഭാവിയിൽ എനിക്കിത് ഗുണം ചെയ്യും എന്നുള്ളൊരു ബോധ്യത്തിലാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുക. പക്ഷേ സാധാരണക്കാരായ ആളുകൾ എപ്പോഴും ഷോർട്ട് ടേം ലാഭങ്ങളാണ് നോക്കുക. ഭാവിയിലേക്ക് 5 വർഷത്തിന് ശേഷം ഇതെനിക്ക് ഗുണകരമാവുമോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. ആവറേജായ ആളുകൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം കളയുന്നുണ്ടായിരിക്കും. ആ സമയത്ത് സക്സസ് മൈൻഡ് സെറ്റുള്ള ആളുകൾ ആ കാര്യം ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സക്സസ് മൈൻഡ് സെറ്റുള്ള ആളുകൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കും, ഭാവിയിലേക്ക് എന്ത് വേണം എന്ന് ചിന്തിക്കും, അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും, തോൽവികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും, ആ തോൽവികളിൽ നിന്ന് പഠിച്ചിട്ട് മുന്നേറാനായിട്ട് ശ്രമിക്കും. ഈ ആവറേജ് ആയ ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ കാര്യം തുടങ്ങി വെക്കും, അതിനുശേഷം ചെറിയൊരു തടസ്സം ഉണ്ടാകുമ്പോൾ തന്നെ ആ പ്ലാൻ അങ്ങോട്ട് ഉപേക്ഷിക്കും. സക്സസ്ഫുള്ളായ ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കും, എപ്പോഴും അവനവനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആവറേജായ ആളുകൾ ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ എല്ലാം ആയി, ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞ് അത് നിർത്തിവെക്കും. അത് തന്നെ അധികമായിട്ട് അവർക്ക് തോന്നും. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ സ്വയം അപ്ഗ്രേഡ് ചെയ്യാനൊന്നും അവർ ശ്രമിക്കില്ല. പരാജയപ്പെടുന്ന ആളുകൾ എപ്പോഴും തന്നെ പോലെ തന്നെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, തന്നെ പോലെ തന്നെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് നടക്കുന്ന, വിധിയെ പഴിച്ച് നടക്കുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നടക്കുന്ന ആളുകളൊക്കെ ആയിട്ട് കൂട്ടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സക്സസ് മൈൻഡ് സെറ്റുള്ള ആളുകൾ എപ്പോഴും തന്നേക്കാൾ മികച്ച ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ ഇവർ ശ്രമിക്കും. അവരുടെ ജീവിതം കണ്ട് പഠിക്കാനും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവാനൊക്കെ ആയിട്ട് ശ്രമിക്കും. എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിട്ട് കൂട്ടുകൂടാനായിട്ട് അവർ മനഃപൂർവ്വം ശ്രമിക്കും.